ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഏത്തയ്ക്ക മെഴുക്കുവരട്ടി. സിമ്പിൾ, ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെയും തൈരിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആവശ്യമുള്ളത് ഏത്തയ്ക്കയും ഗ്രീൻ ചില്ലി. അതിനുവേണ്ടി പച്ച ഏത്തയ്ക്കായും കുറച്ച് പച്ചമുളകും ഏത്തയ്ക്കായും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുളക് ഇവിടെ പിടിച്ച മുളകാണ് കേട്ടോ. അപ്പം നിങ്ങൾ മറ്റേ സാധാരണ മുളക് അത് യൂസ് ചെയ്യാം. ഇത് വെറും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒന്നുമില്ലാത്ത ടെർമറിക് പൗഡറും ഗ്രീൻ ചില്ലിയും സാൾട്ടും അതേ ഉള്ളൂ ഇടുന്നത് കേട്ടോ. ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. കഴുകിയ കായ ഒരു കലത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ടെർമറിക് പൗഡർ. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിനിപ്പം നമുക്ക് സാൾട്ട് വിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് പയ്യെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ കുക്ക് ചെയ്ത് വരുന്നുണ്ട്. ആ സമയത്ത് ഇതേ ചില്ലി ഇങ്ങനെ അരിഞ്ഞ് വെച്ചു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഗ്രീൻ ചില്ലി എന്ത് ടൈപ്പാണെങ്കിലും എരിവിനുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ. ഇത് വന്നു കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വെച്ച് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഇതില്ലേ ചില്ലി അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അരിഞ്ഞ് വെച്ച ചില്ലി പകുതി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ കായ അരിഞ്ഞ് ചെയ്ത കായ ഇതൊരു പകുതി ഇങ്ങനെ ആയി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കി ഇരിക്കുന്ന ആ ചില്ലി ഇല്ല, ബാക്കി ഇരിക്കുന്ന ചില്ലിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നട്ടറിഞ്ഞ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വറുത്തെടുക്കുക. അടിപൊളിയായിട്ടുള്ള മെഴുക്കുവരട്ടി റെഡി ഉണ്ടോ. മെഴുക്കുവരട്ടി റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ടൊക്കെ എടുത്ത് വെക്കാം അല്ലേ. ഈസി ആയിട്ടുള്ള മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.